റാഗി റൈസ് അടുത്ത ചോദ്യമായിട്ട് at x equal to 1, 2, 3, 4, 5 with the topology t equals x 5 1, 2, 3, 2, 3, 4 set 2, 3 2, 3, 5 വേണ്ട 4. ടോപ്പോളജി ആയിരിക്കുമോ 1, 2, 3, 2, 3, 4 ഇവിടെ ചേരുമ്പോൾ എക്സ് കിട്ടും അല്ലേ? 2, 3, 4 അല്ലേ? കണ്ടീഷൻസ് നോക്കണ്ടേ? ഇൻ്റർസെക്ഷൻ വരുമ്പം 2, 3, 2, 3 അതിവിടെ ഉണ്ടല്ലോ അല്ലേ? 1, 2, 3, 2, 3 ഇൻ്റർസെക്ഷൻ വരുമ്പം 2, 3 പിന്നെ 1, 3, 3, 1, 3, 4 1, 3 ടോപ്പോളജി ആയിരിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റായിരിക്കും. പിന്നെ യൂണിയൻ എടുക്കുമ്പോൾ എക്സ് കിട്ടത്തില്ലേ? ഇത് രണ്ടിനും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് 2, 3 ഉണ്ട്. പിന്നെ 1, 3, 3, 4 കൂടെ 1, 3, 4 വരും. ഇൻ്റർസെക്ഷൻ സിംഗിൾട്ടൺ ട്രീ ശരിയാണ്. ചോദ്യം എഴുതിക്കോളെ. ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 വിത്ത് ടോപ്പോളജി ടി ഈക്വൽസ് എക്സ് 5 1, 2, 3, 2, 3, 4 2, 3, 1, 3, 3, 4 1, 3, 4 set 3 if A equals A equals 1, 2, 4 A equals 1, 2, 4 find interior of A and A bar closure of A. ഇന്റീരിയർ എഴുതുമ്പോൾ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഏറ്റവും വലിയ ഓപ്പൺ സെറ്റാണ് അല്ലേ?
ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഏതൊക്കെയാ ഉള്ളത്? 1 to 4 കണ്ടെയ്ൻ ചെയ്യുന്നത്. നൾ സെറ്റ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഇതിൻ്റെ സബ്സെറ്റ് വരുന്നത് 1 2 3 അല്ല, 2 3 4 അല്ല, 2 3 അല്ല അല്ലേ, 1 3 അല്ല, 3 4 അല്ല, ഒന്നുമില്ലല്ലേ? നൾ സെറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ there is only one open set. There is only one open set contained in A, namely 5. So interior of A equals 5. അതിന് ക്ലോഷർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ക്ലോസ്ഡ് സെറ്റ് ഏതൊക്കെയാണ്? ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ഏതാണ്? 5 അല്ലേ? ഇത് എക്സ്, ഇതിൻ്റെ കോംപ്ലിമെൻ്റോ? സിംഗിൾട്ടൺ 4. ഇതിൻ്റെ 1 4 മാത്രം അല്ലേ? ഇതിൻ്റെ 2 4, ഇതിൻ്റെ 1 2, പിന്നെ ഏതാ ഇതല്ലേ എടുത്തത്? ഇത് സിംഗിൾട്ടൺ 2, ഇത് അല്ലേ? നമുക്ക് ഏതാ പറഞ്ഞ് 1 2 4ഓ? അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഇത് സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ്. ഇതിൻ്റെ സൂപ്പർ സെറ്റ് വരുന്ന ഏതാണ്ട് ഇതിനകത്ത്? അല്ല, 1 2 4 ക്ലോസ്ഡ് ആണ് ഇല്ലേ? അപ്പോൾ അത് തന്നെയായിരിക്കും. എക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആൻസർ അന്നേരം എ തന്നെ കിട്ടും. അപ്പോൾ എഴുതേണ്ടത് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ, അല്ല ഇത് എഴുതിയില്ലല്ലോ ഇല്ലേ? അപ്പം എഴുതിയായിരുന്നോ? അത് എഴുതിയെങ്കിലും ഇത് എഴുതുക. ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ എക്സ് ആർ 5x, സിംഗിൾട്ടൺ 4, സിംഗിൾട്ടൺ 1, സെറ്റ് 1 4, സെറ്റ് 2 4, സെറ്റ് 1 2, സെറ്റ് സിംഗിൾട്ടൺ 2, സെറ്റ് 1 2 4. എ അതല്ലേ? A is a closed set in X. Therefore, A bar equal to A. A bar equal to A. അടുത്ത ചോദ്യം, in the above problem find the closure of A equal to set 2 4. ഈ 2 4 കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് സെറ്റ് ഏതൊക്കെയാണ്? 1 2 4 എക്സും ഉണ്ട്. ഇല്ല, 2 4 കണ്ടെയ്ൻ അല്ലല്ലോ. അത് മാറ്റി പറയാതെ, അങ്ങനെ 2 4 മാറ്റി പറയാതെ എല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ട് കാര്യമില്ല. If A equals
1424 13 എടുത്തു കഴിഞ്ഞാൽ 13 എടുത്ത എക്സ് അങ്ങനെ എഴുതിക്കാം. എ ഈക്വൽസ് 13 ഫൈൻഡ് ഇൻറ്റീരിയർ ഓഫ് എ. 13 എന്നാണ് പറഞ്ഞത്. 13യുടെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഏതാ ഉള്ളത്? എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് കിട്ടും. അത് ലെൻസാന്ന് പറയാല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ there is only one closed set. There is only one closed set. There is only one closed set containing A, namely capital X. So A bar equal to X. So A is dense in X എന്ന് പറയല്ലേ. ചിലപ്പോൾ ഇത് ഇങ്ങനെ കുറേ സെറ്റ് തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡെൻസ് ഇൻ എക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാമല്ലോ. കുറേ സെറ്റ്സ് തന്നിട്ടേ. സംശയം ഉണ്ടോല്ലോ അതിനകത്ത്? നിങ്ങൾക്ക് സംശയം ഇതിനകത്തോ? നോക്കട്ടെ. A13 എന്നല്ലേ പറഞ്ഞേ? വേറെ ചോദ്യമാണോ പറയുന്നത്? ക്ലോഷർ ഓഫ് ഏത് സെറ്റാ? സിംഗിൾട്ടൺ 3 ആണെങ്കിൽ അല്ല, ഓപ്പണും ക്ലോഷറും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓപ്പണും ഇൻറ്റീരിയറും തമ്മിലാണ് ബന്ധം. ക്ലോസ്ഡും ക്ലോഷറും തമ്മിലാണ് ബന്ധം. അല്ല, ഓപ്പണും ക്ലോഷറും തമ്മിൽ ബന്ധമൊന്നുമില്ല. നിങ്ങൾ സെറ്റ് 3യുടെ ക്ലോഷറാണ് ചോദിച്ചത്. സെറ്റ് 3യുടെ ക്ലോഷർ എക്സ് വരും. കാരണം 3 ഇതൊന്നും അതിൻ്റെ സൂപ്പർ സെറ്റ് അല്ലല്ലോ. അല്ല, എഴുതി സംശയമൊന്നും ഇല്ലല്ലോ. ഇനി ലിമിറ്റ് പോയിന്റ് എന്നാന്നുകൂടെ പഠിപ്പിക്കാം ഇതിനകത്ത്. അടുത്ത ലിമിറ്റ് പോയിന്റ്സ് എന്ന് എഴുതാം. ലിമിറ്റ് പോയിന്റ്സ് ഇപ്പോൾ എക്സ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ്, എ അതിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ എലിമെന്റ് എക്സ് ഇൻ എ എന്നല്ല, എലിമെന്റ് എക്സ് ഇൻ എക്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇഫ് എവരി നെയ്ബർഹുഡ് ഓഫ് സ്മോൾ എക്സ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ അതർ ദാൻ എക്സ് എന്നാണ്. മറ്റേ റിയലിലെ ഡെഫിനേഷൻ തന്നെയാണ്. നെയ്ബർഹുഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് എന്നാണ്.
അപ്പോൾ എക്സ് കണ്ടെയ്ൻ എല്ലാ ഓപ്പൺ സെറ്റും ക്യാപിറ്റൽ എ ആയിട്ട് ഒരു കോമൺ പോയിന്റ് ഉണ്ടാകണം. എക്സ് കൂടാതെ ഉണ്ടെങ്കിൽ അതിന് ലിമിറ്റ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ എ ഈക്വൽ സർ 1,4 എന്നാന്ന് വെച്ചോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ലിമിറ്റ് പോയിന്റ് എടുക്കുന്ന ഈ സെറ്റിലെ അല്ല എടുക്കേണ്ടത്, ഒറിജിനൽ സെറ്റിലെ എടുക്കേണ്ടത്. സെറ്റിലെ എല്ലാ പോയിന്റും എടുത്ത് പരിശോധിക്കണം. ആദ്യം 1 എടുക്കുക. 1 എയുടെ ലിമിറ്റ് പോയിന്റ് ആകണമെങ്കിൽ 1ന്റെ എല്ലാ നെയ്ബർഹുഡിലും ക്യാപിറ്റൽ എയിൽ ഒരു പോയിന്റെങ്കിലും കാണണം. ഇത് 1 കൂടാതെ 1 ഉള്ള ഓപ്പൺ സെറ്റ്സ് എന്ന് പറഞ്ഞേ 1, 2, 3 ഉണ്ട്, 1, 3 ഉണ്ട്, പിന്നെ 1, 3, 4 ഉണ്ട്. ഈ ആദ്യം 1, 2, പിന്നെ എക്സും ഉണ്ട്. 1, 2, 3, 1, 4 കൂടെ എത്ര കോമൺ പോയിന്റ് ഉണ്ട്? 1 മാത്രം. 1 കൂടാതെ ഒരു പോയിന്റെങ്കിലും വേണം. അതുകൊണ്ട് ഇവിടെ അത് ഫെയിൽ ആവുമല്ലേ, ബാക്കി നോക്കണ്ട. 1 ലിമിറ്റ് പോയിന്റ് അല്ലെന്ന് പറയാൻ പറ്റും. ഇനി 2, പിന്നെ 2 നോക്കണം. 2 ഉള്ള നെയ്ബർഹുഡ് പറഞ്ഞേ 1, 2, 3. അതും ഇതുമായിട്ട് എത്ര കോമൺ പോയിന്റ് ഉണ്ട്? 1 മാത്രമേ ഉള്ളൂ. പിന്നെ 1 മാത്രമേ അല്ലേ ഉള്ളൂ, ഒറ്റ പോയിന്റ് ഇല്ലേ ഉള്ളൂ കോമൺ. അത് കൂടാതെ പോയിന്റ് വേണം. പിന്നെ 3യും 3 2 ലിമിറ്റ് പോയിന്റ് ആണോ നോക്കണമെങ്കിൽ 2ന്റെ എല്ലാ നെയ്ബർഹുഡും ക്യാപിറ്റൽ ആയിട്ട് കോമൺ പോയിന്റ് ഉണ്ടാവണം. 1 കൂടാതെ ഒന്ന് അല്ല, 2 ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് തോന്നില്ലേ. 2 കൂടാതെ ഒരു പോയിന്റെങ്കിലും വേണം. അത് വരുമോ? അത് ഒന്നുകൂടെ നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ 2ന്റെ നെയ്ബർഹുഡാണ് 1, 2, 3. അത് 1 ആണ്. അത് മാത്രം വരെ എല്ലാം എടുക്കണം. അതുകൊണ്ട് 1 ഉണ്ട് ഇല്ലേ. 2ന്റെ ഈ നെയ്ബർഹുഡ് എയുമായിട്ട് 1 ഉണ്ട്. 2 കൂടാതെ പോയിന്റ് ഉണ്ട്. 2 ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. 2 കൂടാതെ പോയിന്റ് വേണമെന്നാണ് പറഞ്ഞത്. ഇനി ബാക്കിയോട് നോക്കണം. അതുകൊണ്ട് മാത്രമായില്ല. ഇതും തമ്മിലോ 4 ഉണ്ട്. അവിടെയും 2 കൂടാതെ ഉണ്ട്. പിന്നെ ഇതില്ലേ, ഒന്നുമില്ല. അപ്പം ചീറ്റിപ്പോയി. അത് ലിമിറ്റ് പോയിന്റ് അല്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഫെയിൽ ആയാൽ അത് ലിമിറ്റ് പോയിന്റ് അല്ല. ഇനി ഏതാ നോക്കണം? 3 എടുത്താൽ ഇതുണ്ട്. അതുമായിട്ട് കോമൺ പോയിന്റ് 1 ഉണ്ട്. അടുത്തത് 3 എടുത്താലോ ഇത് 4 ഉണ്ട്. അവിടെ 3 കൂടാതെ ഉണ്ട്. അടുത്ത ഇത് ഒന്നുമില്ല, അവിടെ ശരിയല്ല. 4 എടുത്തു കഴിഞ്ഞാലോ 4 എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് ഇല്ലേ. അത് 4 മാത്രമേ ഉള്ളൂ. ഇനിയൊന്നും നോക്കാനില്ല. അതായത് ലിമിറ്റ് പോയിന്റ് ഒന്നും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഈ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. റിയൽ അനാലിസിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഈ നെയ്ബർഹുഡ് എടുക്കുന്നത് ഇങ്ങനെയല്ലെന്ന് മാത്രം. ഓപ്പൺ ഇൻ്റർവെലാണ്. അവിടുത്തെ നെയ്ബർഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ഇൻ്റർവെലാണ്. ഇവിടെ അതല്ല, ഓപ്പൺ സെറ്റ് എന്നാണ്. അതാണ് വ്യത്യാസം. അവിടെ റിയൽ ലൈന് ഓപ്പൺ ഇൻ്റർവെൽ ഓപ്പൺ സെറ്റ് ആണ്. അതുകൊണ്ട് ഈ ഡെഫിനേഷൻ അവിടെ കറക്റ്റാണ്. പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ച്. അപ്പോൾ അത്രയും എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നൾ സെറ്റ് എന്നാണ് നേരം എഴുതേണ്ടത്. 1,4 എന്നല്ലേ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എഴുതിയോ? ഇല്ല. ഡെഫിനേഷനും എഴുതിയില്ല. ലിമിറ്റ് പോയിന്റ് എന്ന് എഴുതുക. ലെറ്റ് എക്സ് ബി എ ടോപ്പോളജിക്കൽ സ്പേസ് ആൻഡ് a subset of x and a subset of x. The point small x in capital X, the point small x in capital X is called a limit point of capital A, is called a limit point of capital A if every neighborhood of x
every neighborhood of capital X, every neighborhood of capital X അല്ല every neighborhood of small x contains at least one point of capital A, contains at least one point of capital A other than X. പിന്നെ അടുത്ത സെൻറ്റൻസ് ആയിട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ need not be an element of capital A. അതുപോലെ എയുടെ പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആകണമെന്നില്ല. അതുപോലെ an element of capital A, an element of capital A need not be a limit point of capital A. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എയിലെ പോയിന്റ് എല്ലാം ലിമിറ്റ് പോയിന്റ് ആകണമെന്നുമില്ല, എല്ലാ ലിമിറ്റ് പോയിന്റും എയിലാകണമെന്നുമില്ല. രണ്ടും ശരിയാണ്. അതൊക്കെ റിയലി പഠിക്കുന്ന പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല അതിനകത്ത്. അതായത് ഏതിൻ്റെയാ റിയൽ അനാലിസിസ് ടോപ്പോളജി ഒന്നും ഇല്ല. ഏതിൻ്റെയാ? എന്നാൽ സെറ്റായിരിക്കും. അതൊക്കെ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അത് ഈ ചോദ്യം ഇത് ഇപ്പം പറഞ്ഞെഴുതേണ്ട, വേറെ പറയാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു, ചോദ്യമാണ് ഇതിൻ്റെ, ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 1 2 3 4 5 വിത്ത് ടോപ്പോളജി ടി ഈക്വൽസ് ടോപ്പോളജി ടി ഈക്വൽസ് x5 set 1 2 3 x5 set 1 2 3 set 2 3. Find the limit points of the set capital A equals, limit points of capital A equals set 2 3 4, set 2 3 4. ഈ എക്സ് ഏതായിരുന്നു? 1 മുതൽ 5 വരെയല്ലേ പറഞ്ഞേ? ആണോ? ടോപ്പോളജി എന്ന് പറഞ്ഞേ x5 1 2 3 2 3 ഇങ്ങനെയല്ലേ? ഏത് പറഞ്ഞതോ? 2 3 4. അപ്പോ ലിമിറ്റ് പോയിന്റ് കാണാനായിട്ട് ഇതിലെ 5 പോയിന്റ് എടുത്തിട്ട് ഓരോന്നും എടുത്ത് നോക്കണം. ആദ്യം 1ന്റെ ഒരു നെയ്ബർഹുഡ് പറഞ്ഞേ 1 2 3 അല്ലേ? 1 2 3 തമ്മിൽ എത്ര കോമൺ പോയിന്റ് ഉണ്ട്? 2 3 ഉണ്ട്. 1 കൂടാതെ 2 പോയിന്റ് ഉണ്ട്. 1 വേണോ നിർബന്ധമില്ലല്ലോ, അപ്പൊ അത് കറക്റ്റാണ്. പിന്നുള്ള ഏതാണ് 1ന്റെ? പിന്നെ എക്സ് അല്ലേ ഉള്ളൂ. എക്സ് നോക്കേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും അത് ശരിയായിരിക്കും. എക്സ് ഒളിച്ചുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ,
അപ്പോൾ 1 ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം അല്ലേ? ശരിയാണ്, ഒന്നുകൂടെ നോക്കണം. അത് 1ൻ്റെ നെയ്ബർഹുഡിന് ഇത് രണ്ടുമേ ഉള്ളൂ അല്ലേ? അത് രണ്ടും എക്സുമായിട്ട് ഒന്നിൽ കൂടുതൽ 1 അല്ലാതെ കോമൺ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് 1 ലിമിറ്റ് പോയിന്റ് ആണ്. പക്ഷേ 1 ഇതിനകത്ത് ഇല്ലതാനും ഇല്ലേ? മുമ്പ് പറഞ്ഞതിനുള്ള ഒരു അത് ഞാൻ ന്യായീകരിക്കുന്ന കാര്യമാണ്. പിന്നെ 2 എടുത്തു കഴിഞ്ഞാലോ, 2ൻ്റെ നെയ്ബർഹുഡ് പറഞ്ഞേ 1 2 3 അല്ലേ? അത് ഇതും തമ്മിൽ രണ്ടെണ്ണം ഇല്ലേ? 2 കൂടാതെ ഉണ്ട്. പിന്നെ 2 ഉണ്ട്. അപ്പം 2 ലിമിറ്റ് പോയിന്റ് ആണെന്ന് കിട്ടും. ഈ 3 എടുത്തു കഴിഞ്ഞാലോ, 3യുടെ നെയ്ബർഹുഡ് ഇതുണ്ട്, ഇതും കൂടെ 2 3 ഉണ്ട് അല്ലേ? മറ്റേതാണെങ്കിലോ അതും ഉണ്ട് അല്ലേ? അപ്പം 1ഉം 2ഉം 3യും ലിമിറ്റ് പോയിന്റ് ആണെന്ന് കിട്ടും. 4 എടുത്താലോ, 4ൻ്റെ നെയ്ബർഹുഡ് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതും ഇതും തമ്മിൽ കോമൺ പോയിന്റ് ഉണ്ട്. അപ്പോൾ 4 ലിമിറ്റ് പോയിന്റ് ആണ്. 5 എടുത്താലോ, 5 എടുത്തു കഴിഞ്ഞാൽ 5ൻ്റെ നെയ്ബർഹുഡ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ലിമിറ്റ് പോയിന്റ് ആണ് അല്ലേ? മുമ്പേ പറഞ്ഞ ഒന്നുമില്ല, ആദ്യം മുമ്പേ പറഞ്ഞതിനകത്ത് അത് എഴുതിയില്ല. ഇവിടെ എല്ലാം ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അത് എഴുതിക്കോളെ. ചോദ്യം എഴുതിയല്ലോ. കൺസിഡർ പോയിന്റ് 1 ഇൻ എക്സ്. വിശദമായിട്ടങ്ങ് എഴുതുക. കൺസിഡർ ദ പോയിന്റ് 1 ഇൻ എക്സ് എഴുതിക്കേ. എന്താ കൺസിഡർ പോയിന്റ് 1 ഇൻ എക്സ് and the neighborhood 1 2 3 of 1. എന്താ നിങ്ങളുടെ സംശയം? എന്നോട് ചോദിക്കാൻ ഒന്നുമില്ല. കൺസിഡർ പോയിന്റ് 1 ഇൻ എക്സ് ആൻഡ് ദ നെയ്ബർഹുഡ് 1 2 3 ഓഫ് 1. ഇത് എഴുതാൻ നോക്ക്. എഴുതിയപ്പോ പോയിന്റ് 1 ഇൻ എക്സ് ആൻഡ് ദ നെയ്ബർഹുഡ് 1 2 3 ഓഫ് 1. This neighborhood contains the points 2 and 3 of A. അല്ലേ? കണ്ടെയ്ൻസ് പോയിന്റ് 2 and 3 of A. ഒന്നല്ലാതെ വരണമെങ്കിലും വേണമെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാണ്. പിന്നെ ഏതാണ് ഈ പോയിന്റ്? കൺസിഡർ നെയ്ബർഹുഡ് അല്ല, 1 ഉള്ള പിന്നെ ഏതാ ഉള്ളത്? പിന്നെ എക്സ് ആണുള്ളത് ഇല്ലേ? ഈ എക്സ് നോക്കേണ്ട കാര്യമില്ല, അത് എപ്പോഴും ശരി ആയിക്കോളും. അതുകൊണ്ട് അത് എഴുതുന്നില്ല. അപ്പോൾ 1 ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. 1 ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി കൺസിഡർ പോയിന്റ് 2 ഇൻ എക്സ്. കൺസിഡർ ദ പോയിന്റ് 2 ഇൻ എക്സ് and the neighborhood 1 2 3 of 2. This neighborhood contains the points 2 and 3 of A. ഇനി അത് 2 3 ഉണ്ടല്ലേ? അടുത്തത് കൺസിഡർ നെയ്ബർഹുഡ് 2 3 ഓഫ് 2. 2 3 of 2. This neighborhood contains the points 2 and 3 of A. ഇനി നോക്കാനൊന്നുമില്ലല്ലോ. So 2 is a limit point of capital A. So 2 is a limit point of capital A. Contains points 2 and 3 of capital A. 2 കൂടാതെ വരണമെങ്കിലും വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ശരിയായില്ലേ ഇവിടെ? സോ 2 ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഈ സെൻറ്റൻസ് ഒന്നും വേണ്ടല്ലോ, ചെക്ക് ചെയ്താൽ പോരെ, ആൻസർ ഒടുവിൽ എഴുതിയാൽ മതി. പിന്നെ കൺസിഡർ പോയിന്റ് 3 ഇൻ എക്സ്. കൺസിഡർ ദ പോയിന്റ് 3 ഇൻ എക്സ്. 3 in x and the neighborhood 1 2 3 of 3 and the neighborhood 1 2 3 of 3.
This neighborhood contains the points. This neighborhood contains the points 2 and 3 of capital A. ഇനി അത് കഴിഞ്ഞ് ഇത്ര എഴുതിയോ? കൺസിഡർ ചെയ്യുമ്പോൾ 2, 3 ഓഫ് 2. കൺസിഡർ ദ നൈബർഹുഡ് 2, 3 ഓഫ് 2. ദിസ് അത്ര എഴുതിയോ? ദിസ് നൈബർഹുഡ് കണ്ടെയ്ൻസ് ദ പോയിന്റ്സ് 2 and 3 ഓഫ് എ. ഇനിയൊന്നും നോക്കാനില്ലല്ലോ. കണ്ടെയ്ൻസ് പോയിന്റ്സ് 2 and 3 ഓഫ് ക്യാപിറ്റൽ എ. സോ 2, 3 of 3 എന്നാണ് പറഞ്ഞത്. This neighborhood contains the points 2 and 3 of capital A. So 3 is a limit point of capital A. ഇനി consider neighborhood, consider point 4 in X. 4 in X. 4 മാത്രമേ അതിൻ്റെ നെയ്ബർഹുഡ് എക്സ് മാത്രമേ ഉള്ളൂ. Capital X is a neighborhood of 4. And this neighborhood contains the points 2, 3 and 4 of A. എക്സ് മാത്രമുള്ളത് പരിശോധിക്കുക വേണ്ട കേട്ടോ, അത് എപ്പോഴും ഒക്കും. എന്നാലും ഞാൻ അതൊന്ന് പൂർത്തിയായിട്ട് മുഴുവൻ പറയുന്നതേ ഉള്ളൂ. കണ്ടെയ്ൻസ് പോയിന്റ്സ് 2, 3 and 4 ഓഫ് എ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ഒന്നും പരിശോധിക്കാനില്ലല്ലോ. സോ 4 ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഈ 5 എടുത്താലോ ഇനിയും പറയുന്നില്ല അത്. സിമിലർലി 5 ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. സോ അത് അങ്ങനെ സാധാരണ വരത്തില്ല കേട്ടോ, ഇതിപ്പോൾ അങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് എന്ത് വരും? എ തന്നെ കിട്ടും ഇല്ലേ? എ അല്ല എക്സ് അല്ലേ? എക്സ് കിട്ടും. അല്ലെ? അടുത്ത ചോദ്യം, ഇൻ ദി അബോവ് പ്രോബ്ലം ഫൈൻഡ് ദ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എ ഈക്വൽസ്. A equals 1, 4. 1, 4 എന്നാക്കി 2, 3, 4 പകരം. വൺ ഫോർ. ആദ്യം 1 എടുക്കുക. 1ൻ്റെ ഒരു നെയ്ബർഹുഡ് പറഞ്ഞേ. 1, 2, 3. 1, 2, 3 1, 4 തമ്മിൽ എത്ര കോമൺ പോയിന്റ് ഉണ്ട്? 1 മാത്രമേ ഉള്ളൂ. 1 കൂടാതെ വേണം. അപ്പോൾ 1 ലിമിറ്റ് പോയിന്റ് അല്ലത് കിട്ടും. ഓരോന്നങ്ങ് എഴുതി വിടാം, അല്ലേ നല്ലത്. കൺസിഡർ പോയിന്റ് 1 in X. Consider point 1 in X and the neighborhood 1, 2, 3 of 1 and the neighborhood 1, 2, 3 of 1. This neighborhood does not contain any point of capital A other than 1. This neighborhood does not contain any point of capital A other than 1. അപ്പോൾ പിന്നെ ലിമിറ്റ് പോയിന്റ് ആവുമോ? Therefore 1 is not a limit point of capital A. 1 is not a limit point of capital A. ഇനി 2 എടുത്താലോ? ഇപ്പോൾ പറഞ്ഞിട്ടില്ല. 2ൻ്റെ ഒരു നെയ്ബർഹുഡ് പറഞ്ഞേ. 1, 2, 3യും എയും തമ്മിൽ കോമൺ പോയിന്റ് 1 ഉണ്ട്. അപ്പോൾ 2 കൂടാതെ ഉണ്ടല്ലോ, അത് ശരിയാണ്. പിന്നെ ഏതാണ്? 2, 3. 2, 3യും ഒന്നുമില്ല. അപ്പോൾ അത് ലിമിറ്റ് പോയിന്റ് അല്ല, ഇല്ലേ? അപ്പോൾ അല്ലാത്തപ്പോൾ എല്ലാം എഴുതണ്ട, ഫെയിൽ ആവുന്ന മാത്രമേ എഴുതിയാൽ മതി. കൺസിഡർ ദ ഏതാ ഇപ്പോൾ 2ൻ്റെ അല്ലേ പറഞ്ഞ്?
Consider the point 2 in X and the neighborhood 2, 3 of 2. 2, 3 of 2, 3 of 2. 2 അല്ലേ 2, 3 of 2. This neighborhood does not contain any point of capital A. പിന്നെ അവിടെ അതർ ദാൻ 1 ഒന്നും 2 ഒന്നും പറയണ്ട, ഒന്നുമില്ലല്ലോ. എനി പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. സോ 2 ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇനി 3 എടുത്താലോ? 3 എടുത്തു കഴിഞ്ഞാൽ 3യുടെ 1, 2, 3യും എയും തമ്മിൽ 1 ഉണ്ട്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ അതും ലിമിറ്റ് പോയിന്റ് അല്ലേ? അത് ഡീറ്റെയിൽസ് എഴുതണോ? എഴുതണമെങ്കിൽ എഴുതിക്കോ. കൺസിഡർ പോയിന്റ് 3 ഇൻ എക്സ്. 3 അല്ലേ ഇനി പറയണ്ടേ? കൺസിഡർ പോയിന്റ് 3 ഇൻ എക്സ് ആൻഡ് the neighborhood 2, 3 of 3. Neighborhood 2, 3 of 3. This neighborhood does not contain any point of capital A. അല്ലേ? Any point of capital A. So 3 is not a limit point of capital A. ഇനി 4 അല്ലേ? 4ന്റെ neighborhood ഏതാ ഉള്ളത്? എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? എത്രയല്ലേ ഉള്ളൂ? എക്സ് ആയിട്ട് കോമൺ പോയിന്റ് ഉണ്ടല്ലോ. എത്ര? 3 കോമൺ പോയിന്റ് ഉണ്ട് ഇല്ലേ? അല്ല 3 അല്ല, 2 കോമൺ പോയിന്റ് ഉണ്ട്. 4 കൂടാതെ ഒരെണ്ണം ഇല്ലേ? അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. 5നും അതുപോലെ തന്നെ ഇല്ലേ? അത് വെറുതെ എഴുതിയാൽ മതി ഇല്ലേ? സിമിലർലി 4 and 5 ആർ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ. അപ്പോൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ സോ ദ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ ആർ 1 കഴിഞ്ഞത് 4ഉം 5ഓ? 1, 4, 5 വന്ന് കിട്ടും. ഈ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷന് ഒരു പേര് പറയും, ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയും. 1 ഇല്ലേ? ഇല്ലെന്നാണോ പറഞ്ഞത്? പിന്നെ ഏതാ ഉണ്ടെന്ന് പറഞ്ഞ ഏതാണ്? 1 ഇല്ല. അപ്പോൾ 4 and 5. അടുത്ത ആകില്ല.